ഹായ് മക്കളെ, സൈലന്റ് നീറ്റ് ഇൻഫോ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ കേരള മെഡിക്കൽ അലോട്ട്മെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, എല്ലാവർക്കും ഉള്ള സംശയമാണ്, സാർ കേരളത്തിൽ എങ്ങനെയാണ് അലോട്ട്മെന്റ് ചെയ്യുന്നത്, കേരളത്തിലെ മികച്ച കോളേജുകൾ ഏതൊക്കെയാണ്, ഒരുപാട് സംശയങ്ങളാണ് ഇതിനെക്കുറിച്ച് വരുന്നത്. ഇന്ന് നമുക്ക് വിശദമായിട്ടുള്ള ഇതിൻ്റെ ഒരു വീഡിയോ ആണ്. എന്താണ് കേരളത്തിൽ MBBS അലോട്ട്മെന്റ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ്. മക്കളെ, സാധാരണഗതിയിൽ നീറ്റ് റിസൾട്ട് വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും, ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ കേരള എൻട്രൻസ് റിസൾട്ട് കൂടി, അതായത് നമ്മുടെ കേരള റാങ്ക് ലിസ്റ്റ് കൂടി വരും. കേരള എൻട്രൻസ് റിസൾട്ട് എന്ന് പറയാനില്ല, കാരണം കേരളത്തിൽ നീറ്റിന് പ്രത്യേകിച്ച് പ്രവേശന പരീക്ഷ നടത്തുന്നില്ല നിങ്ങൾക്കറിയാം. മീൻസ് മെഡിക്കലിന് പ്രവേശന പരീക്ഷ നടത്തില്ല നിങ്ങൾക്കറിയാം. നീറ്റ് റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ട് കേരളത്തിലും കൂടി ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കേരള റാങ്ക് കൂടി അറിയാൻ സാധിക്കും. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് അഥവാ MCC അലോട്ട്മെൻറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏതിലാണ്? കേരള അലോട്ട്മെൻറ്റിലാണ്. ഈ കേരള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ റാങ്ക് കിട്ടി. ഫോർ എക്സാമ്പിൾ 2650 റാങ്ക് കിട്ടിയെന്ന് വിചാരിക്കണം. അതിൽ മികച്ച റാങ്ക് കിട്ടട്ടെ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, 2650 റാങ്ക് കിട്ടി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? കേരള ഗവൺമെൻറ് സൈറ്റ് ഉണ്ട്, ce.kerala.gov.in സൈറ്റിൽ പോയിട്ട് ഈ 2650 റാങ്കിന് കഴിഞ്ഞ പ്രാവശ്യം 2025 മാത്രമല്ലല്ലോ എൻട്രൻസ് പരീക്ഷ നടക്കുന്നത്, 2024 നടന്നിട്ടുണ്ട്, 2023 നടന്നിട്ടുണ്ട്. 2024 എൻട്രൻസിൻ്റെ വിശദമായിട്ടുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ വിശദമായിട്ടുള്ള അലോട്ട്മെൻറ്റ് വിശദമായിട്ടുള്ള രൂപം നമ്മുടെ സൈറ്റിലുണ്ട്, ആർക്കൈവ്സിലുണ്ട്. അവിടെ നമുക്ക് ലാസ്റ്റ് റാങ്ക് നോക്കാം. ഈ 2650 കിട്ടിയ റാങ്ക് എവിടെയാണ്, ഈ റാങ്കിന് എവിടെയാണ് MBBS കിട്ടിയെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം വളരെ വിശദമായിട്ടുള്ള ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോഡ്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ കഴിഞ്ഞ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വന്നു, സാർ എങ്ങനെയാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻട്രൻസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്, ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ ഹെൽപ്പ് ചെയ്യണം. അതിന് നല്ലൊരു റിസർച്ച് ചെയ്യണം. ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാണമൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെയാണ്, സ്വാശ്രയ കോളേജുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ അറിയണം. അപ്പോൾ ഓരോ കുട്ടികളും ചിലപ്പോൾ സംശയം ചോദിക്കും, സാർ എനിക്കൊരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കി തരുമോ? ഇമ്പോസിബിൾ. എന്തുകൊണ്ട് ഇമ്പോസിബിൾ എന്നുള്ള മറുപടി ഞാൻ പറഞ്ഞു. കാരണം മക്കളെ, 100 പേര് കമൻ്റ് അയക്കുകയാണ്, എനിക്ക് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി തരുമെന്ന്. ഈ 100 പേരുടെ റാങ്ക് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ 100 പേർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ ലിസ്റ്റും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇതിൽ പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അനായാസം ഒരു 10-20 മിനിറ്റ് സമയം കൊണ്ട് നല്ല ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റും. അതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിസർച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളാണ് ഇരുന്ന് റിസർച്ച് ചെയ്യേണ്ടത്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റൊക്കെ നോക്കി റിസർച്ച് ചെയ്തിട്ട് ഏകദേശം ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് മികച്ച ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളെന്നും ഏതൊക്കെയാണ് മികച്ച ഗവൺമെൻറ് മേഖലയിൽ കൂടാതെ സ്വാശ്രയ മേഖലയിലുണ്ടല്ലോ, ഇപ്പോൾ സ്വാശ്രയ മേഖല അഥവാ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ റിസർച്ച് ചെയ്തു, അതായത് ഏതൊക്കെ കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം ഏതൊക്കെ കോളേജുകൾക്ക് പ്രിഫറൻസ് കൊടുത്തു, അങ്ങനെ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രാധാന്യം കൊടുക്കുന്നത് തീർച്ചയായിട്ടും മികച്ച കോളേജ് തന്നെയായിരിക്കും. ഇപ്പം മികച്ച കോളേജിന് വിലയിരുത്തുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ പല കാര്യങ്ങളും പരിഗണിച്ചാണ് ഈ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇമ്പോർട്ടൻസ് കൊടുത്ത ഗവൺമെൻറ് മേഖലയിൽ മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ഏതാ? കോഴിക്കോട്. അപ്പം നമ്പർ 1 പ്രിഫറൻസ് ആയിട്ട് നമുക്ക് ഏതിന് കൊടുക്കാം? കോഴിക്കോടിന് കൊടുക്കാം. നമ്പർ 2 വരുന്നത് ട്രിവാൻഡ്രം. അപ്പോൾ ആദ്യം കോഴിക്കോട്, 2 ട്രിവാൻഡ്രം. മൂന്നാമതായിട്ട് കുട്ടികൾ കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് കാണുന്നത് കോട്ടയത്തിനാണ്. കോട്ടയം, അത് നിങ്ങൾക്ക് ഇപ്പോൾ മൂന്നാമത്തെ കോട്ടയം കൊടുക്കുന്നത് യാതൊരു നിർബന്ധമില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ്, പ്രിഫറൻസ് ലിസ്റ്റൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് കോഴിക്കോട്, 2 ട്രിവാൻഡ്രം, 3 കോട്ടയം, 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ്. 5ാം സ്ഥാനത്ത് ആലപ്പുഴ, 6ാം സ്ഥാനത്ത് കണ്ണൂർ, 7ാം സ്ഥാനത്ത് കൊല്ലം. ഇനി നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ ആലപ്പുഴയിലൊരു കുട്ടിയാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലപ്പുഴയ്ക്ക് പ്രിഫറൻസ് കൊടുക്കാം. ഒരു ജനറൽ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ലിസ്റ്റ് ഡിസ്കണ്ടിന്യൂഡ് ആവേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വായിക്കാം. 7ാം സ്ഥാനത്ത് കൊല്ലം, 8ാം സ്ഥാനത്ത് എറണാകുളം, പിന്നെ 9ാം സ്ഥാനത്ത് മഞ്ചേരി, 10ാം സ്ഥാനത്ത് കോന്നി പത്തനംതിട്ട, 11ാം സ്ഥാനത്ത് പാലക്കാട്, 12ാം സ്ഥാനത്ത് ഇടുക്കി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി വിവാദങ്ങളൊന്നും ഉണ്ടാക്കേണ്ട. ഇടുക്കിയല്ലേ നല്ലത്, പാലക്കാടല്ലേ നല്ലത്, കോന്നിക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട. ഇത് ഞാൻ കുട്ടികൾ കൊടുത്ത പ്രിഫറൻസ് ഓർഡർ നോക്കിയിട്ട് ഉണ്ടാക്കിയാണ്. നിങ്ങളുടെ സ്ഥലം അനുസരിച്ചും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജ് അനുസരിച്ചും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ആവശ്യമായ വേരിയേഷൻസ് വരുത്താം. ഇതൊരു ജനറൽ ലിസ്റ്റാണ്. ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് വായിക്കട്ടെ. കോഴിക്കോട്, ട്രിവാൻഡ്രം,
കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം, എറണാകുളം, മഞ്ചേരി, കോന്നി പത്തനംതിട്ടയിലാണ്, കോന്നി, പാലക്കാട്, ഇടുക്കി. ഇതോടുകൂടി ഗവൺമെൻറ് കോളേജുകൾ കഴിഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് കോളേജുകൾ മാത്രം കൊടുത്താൽ ചില സമയത്ത് നിങ്ങൾക്ക് MBBS അഡ്മിഷൻ കിട്ടണമെന്നില്ല. കാരണം നിങ്ങളുടെ റാങ്ക് അതിനെ ആശ്രയിച്ചിരിക്കും. എത്ര റാങ്കാണ് കിട്ടുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. സപ്പോസ് നിങ്ങളുടെ റാങ്ക് കുറച്ചുകൂടെ കുറവാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഉത്തരം പറയാൻ പറ്റുമോ? എത്രയാണ് ഈ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഫീസ് അടക്കേണ്ടി വരിക? വാർഷിക ഫീസ്. അതിനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് മെറിറ്റിൽ ഗവൺമെൻറ് സീറ്റ് വാങ്ങിക്കുന്നത്. ഓൾമോസ്റ്റ് 23,500 രൂപ, ഏകദേശം 24,000 രൂപയുടെ ഉള്ളിലാണ് ആകെ വാർഷിക ഫീസ് വരുന്നത്. 2 കോടിയും 2.5 കോടിയൊക്കെ കൊടുത്ത് മാനേജ്മെൻറ്റ് സീറ്റിൽ കേരളത്തിൻ്റെ വെളിയിലൊക്കെ അഡ്മിഷൻ നേടുന്ന ആൾക്കാരെ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. ശരിക്കും നന്നായിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് ഈ ഗവൺമെൻറ് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താ? യു ആർ ഗെറ്റിംഗ് ദ ഫീസ് ഓഫ് 23,500 ഓൺലി. അപ്പോൾ അത് ഏത് കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയ മറ്റ് ഫീസുകളുണ്ടാവും, എന്നാലും വളരെ തുച്ഛമായ ചിലവിൽ നമുക്ക് പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ മികച്ച റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കോളേജുകളിൽ തന്നെ പ്രവേശനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ എന്താ അവിടെ ഒരു പക്ഷേ, ഒരു ബട്ട് എന്താ? ഈ ബട്ട് അവിടെ വരാനുള്ള കാരണം ചിലപ്പോൾ നമ്മുടെ റാങ്ക് കുറച്ച് പിറകിലാണെങ്കിലും, ഇപ്പോൾ എല്ലാവർക്കും നല്ല റാങ്ക് കിട്ടണമെന്നില്ല, പിറകിലാണെങ്കിൽ അതിന് നിങ്ങൾ സ്വാശ്രയ കോളേജുകളോട് ഉൾപ്പെടുത്തണം. ഒരുപാട് സ്വാശ്രയ കോളേജുണ്ട്. ഈ സ്വാശ്രയ കോളേജിൻ്റെ ലിസ്റ്റ് എന്താണ്, സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ലിസ്റ്റ് എന്താണെങ്കിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഉത്തരം പറയട്ടെ. ഇനി നമ്മൾ സ്വാശ്രയ കോളേജിലേക്ക് പോവാണ്. സ്വാശ്രയ കോളേജുകൾ ആംബിഗിറ്റി ഉണ്ടാവും. അതാണോ ഇതാണോ നല്ലത്, ഞാൻ പറയുന്നതിനെ കുറിച്ച് തന്നെ ചിലപ്പോൾ അത് വേണ്ട സാർ അതിനേക്കാളും നല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നടക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഒരു റിസർച്ചിലേക്ക് കൂടെ മനസ്സിലാക്കിയ കുട്ടികളുടെ കിട്ടുന്ന ഫീഡ്ബാക്ക് അതൊക്കെ നോക്കിയിട്ടാണ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെൻ്റെ ഒരു വ്യക്തിപരമായ ലിസ്റ്റ് കൂടിയാണ്. അതിൽ തീർച്ചയായിട്ടും അഡീഷണൽ ഇൻഫർമേഷൻ ചേർത്ത് നിങ്ങൾക്ക് അതിന് മോഡിഫൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ശരി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്വാശ്രയ കോളേജുകൾ പൊതുവെ റേറ്റിംഗിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജൂബിലി മിഷൻ തൃശ്ശൂരാണ്. ജൂബിലി മിഷൻ ഇപ്പോൾ 1ാം സ്ഥാനത്ത് ജൂബിലി മിഷൻ തൃശ്ശൂർ. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഡിസ്പ്ലേ നമ്മുടെ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. ഞാൻ 2 ഡിസ്പ്ലേ കാണിക്കാം. ഇതിൽ നിങ്ങൾ ആ ഡിസ്പ്ലേയിലെ റാങ്ക് നോക്കിയാൽ മനസ്സിലാവും. ജൂബിലി മിഷൻ തൃശ്ശൂരിലാണ് ലോവസ്റ്റ് റാങ്കിൽ പ്രവേശനം കിട്ടിയത്. അതായത് കുറഞ്ഞ നല്ല റാങ്കുകളിൽ പ്രവേശനം കിട്ടിയിരിക്കുന്നത് ജൂബിലി മിഷൻ തൃശ്ശൂരിലാണ്. അതായത് കുറഞ്ഞ റാങ്കുള്ള കുട്ടികൾ, കുറഞ്ഞ റാങ്ക് എന്ന് പറയുമ്പോൾ ഒരു 3,000 4,000 അതിലൊക്കെ കഴിഞ്ഞ് ഗവൺമെൻറ് സെക്ടറിലേക്ക് കഴിഞ്ഞ് ആദ്യം കുട്ടികൾ പ്രിഫറൻസ് കൊടുക്കുന്ന സ്വാശ്രയ കോളേജ് ജൂബിലി മിഷൻ തൃശ്ശൂരാണ്. നോട്ട് ചെയ്യണേ. പിന്നെ അതിൽ കുട്ടികൾ കൂടുതലായിട്ട് പ്രിഫറൻസ് കൊടുത്ത് കണ്ടിരിക്കുന്നത് രണ്ടാമത് അമല തൃശ്ശൂരാണ്. അമല മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിൽ 2 അടിപൊളി മെഡിക്കൽ കോളേജ് ഉണ്ട്. ഒരുപാട് നല്ല പഴക്കമുള്ള കോളേജുകളാണ്. നല്ല രീതിയിലുള്ള ടീച്ചിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. പൊതുവേ നല്ല ഫീഡ്ബാക്കുകളുണ്ട്. അപ്പോൾ ഈ 2 കോളേജുകൾ ജൂബിലി മിഷൻ തൃശ്ശൂരും അമല തൃശ്ശൂരും അതാണ് മുന്നിൽ നിൽക്കുന്ന 2 സ്വാശ്രയ കോളേജുകൾ. തൊട്ട് പിന്നാലെ വരുന്നത് മലങ്കര ഓർത്തഡോക്സ് കോലഞ്ചേരിയിലെ മലങ്കര ഓർത്തഡോക്സ് ആണ് 3ാം സ്ഥാനത്തായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇതെൻ്റെ ഒരു ലിസ്റ്റാണ്, വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മോഡിഫൈ ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. പക്ഷേ ഒരു ജനറൽ ഐഡിയക്ക് വേണ്ടിയിട്ടാണ് തരുന്നത് കേട്ടോ. ശരി, 4ാം സ്ഥാനത്തായി വന്നിരിക്കുന്ന തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജാണ് 4ാം സ്ഥാനത്തായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ വായിക്കട്ടെ. ആദ്യം ജൂബിലി മിഷൻ തൃശ്ശൂർ, അമല തൃശ്ശൂർ, പിന്നെ മലങ്കര ഓർത്തഡോക്സ് കോലഞ്ചേരി, പിന്നെ പുഷ്പഗിരി തിരുവല്ല, അടുത്തതായിട്ട് വരുന്നത് MES പെരിന്തൽമണ്ണ. അത് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം, പക്ഷേ ഞാൻ അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് MES പെരിന്തൽമണ്ണയാണ്. പിന്നെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല MES കഴിഞ്ഞാൽ, പിന്നെ ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. ഏതാണ്? ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. പിന്നെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം. അടുത്തായിട്ട് വരുന്നത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലമാണ്. പിന്നെ മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് അടുത്തായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്. നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് മെല്ലെ കണ്ടാൽ മതി, തിരക്ക് പിടിക്കേണ്ട കേട്ടോ. മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്. പിന്നെ വന്നിരിക്കുന്നത് KMCT കോഴിക്കോടാണ്. അടുത്ത റേറ്റിംഗിൽ വന്നിരിക്കുന്നത് KMCT കോഴിക്കോടാണ്. പിന്നെ വന്നിരിക്കുന്നത് ഡോക്ടർ സോമവേൽ കാരക്കോണാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് SUT മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. പിന്നെ വന്നിരിക്കുന്നത് ശ്രീനാരായണ മെഡിക്കൽ കോളേജ് എറണാകുളം. പിന്നെ വന്നിരിക്കുന്നത് PK ദാസ് കോളേജ് ഒറ്റപ്പാലാണ് പിന്നെ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഏകദേശം ഒരേ കാറ്റഗറി വരുന്നതാണ്. ഈ PK ദാസ്, ശ്രീനാരായണ. പിന്നെ അടുത്തായിട്ട് വരുന്ന മൗണ്ട് സിയോൺ വരുന്നത് പത്തനംതിട്ടയിലാണ് കേട്ടോ. മൗണ്ട് സിയോൺ ഇതൊക്കെ ഏകദേശം ഒരേ കാറ്റഗറിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കസ്റ്റമൈസ് ചെയ്യാം. ഏകദേശം ഓർഡർ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ വന്നിരിക്കുന്ന അസീസിയ മെഡിക്കൽ കോളേജ് കൊല്ലം. മൗണ്ട് സിയോൺ പത്തനംതിട്ടയ്ക്ക് ശേഷം വന്നിരിക്കുന്ന അസീസിയ മെഡിക്കൽ കോളേജ് കൊല്ലം. പിന്നെ ഡോക്ടർ മൂപ്പൻസ് വയനാട് ഒരു കോളേജിൻ്റെ ഡോക്ടർ മൂപ്പൻസ് വയനാടാണ് അടുത്ത ഓർഡറിൽ വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് അല്ലസർ കോളേജ് തൊടുപുഴയിലുള്ള അല്ലസർ കോളേജാണ് പിന്നെ വന്നിരിക്കുന്നത്. കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട്,
പിന്നെ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട്. അത് വാളയാറാണ്, ബോർഡറിലായി, പാലക്കാട് ബോർഡറിലായി പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട കോളേജുകളും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഒരു കാര്യം പ്രത്യേക ഈ സന്ദർഭത്തിൽ പറയാം. നിങ്ങൾക്കിപ്പോഴേ 2650 റാങ്ക് കിട്ടി. അത് പ്രകാരം നിങ്ങൾക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. വിചാരിക്കുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഓപ്ഷൻ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് കൊടുക്കരുത്. എന്താണ് എൻ്റെ കാരണം? ആദ്യത്തെ ഘട്ടത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അതിൻ്റെ താഴെയുള്ള മുഴുവൻ ഓപ്ഷൻസും ആദ്യത്തെ അലോട്ട്മെൻറ്റ് വഴി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള മഞ്ചേരി മെഡിക്കൽ കോളേജാണ്, പക്ഷേ ഐ ഷുഡ് ഹാവ് സം ഹയർ ഓപ്ഷൻ. എന്തേ ഹയർ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ കോഴിക്കോട് 1ാമത്തെ ഓപ്ഷൻ വെച്ചു, ട്രിവാൻഡ്രം 2ാമത്തെ ഓപ്ഷൻ വെച്ചു, കോട്ടയം 3ാമത്തെ വെച്ചു, 4ാമത്തെ തൃശ്ശൂർ വെച്ചു, 5ാമത്തത് കണ്ണൂർ വെച്ചു. അങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് മഞ്ചേരി കൊടുക്കുന്നത്. അതിൻ്റെ ഗുണം എന്താ? എന്തെങ്കിലും കാരണവശാൽ എനിക്ക് മുകളിലേക്കുള്ള കോളേജുകളിലേക്ക് സാധ്യത ഉണ്ടെങ്കിൽ, സീറ്റിന് ചാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായും അടുത്ത അലോട്ട്മെൻറ്റ് അത് കിട്ടും. പക്ഷെ നിങ്ങൾ ആദ്യം തന്നെ മഞ്ചേരി വെച്ച് എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബാക്കി എല്ലാ ഓപ്ഷൻസും ക്യാൻസലായി. നിങ്ങൾക്ക് കിട്ടാൻ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ച് കേട്ടെ. ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ച് കേട്ടെ. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻ്റെ മുകളിൽ ഒരു 5ഓ 6ഓ 7ഓ ഹയർ ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അലോട്ട്മെൻറ്റിൻ്റെ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് അവയിലേക്ക് ചാൻസ് ഉണ്ടാവും. മനസ്സിലായോ? പക്ഷെ അതുകൊണ്ട് തന്നെ വളരെ പിറകിൽ റാങ്ക് കിട്ടിയൊരു കുട്ടി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജും ആദ്യം കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ആ ചാൻസസ് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സീറ്റുകളുണ്ട്, സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ വർദ്ധിക്കുന്നുണ്ട്. നിരാശയൊന്നും വേണ്ട. അവസാന നിമിഷം വരെ ക്ഷമയോടുകൂടി കൗൺസിലിംഗ് പ്രോസസ്സ് നിൽക്കണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ, തിരക്ക് പിടിച്ചിട്ട് ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അനുഭവങ്ങൾ പറയട്ടെ. ഫസ്റ്റ് റൗണ്ട് മാത്രം അലോട്ട്മെൻറ്റ് കൊടുത്ത് ഇനി എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് പോയ കുട്ടികളും ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് കൊടുത്തു, കിട്ടിയില്ല. സെക്കൻഡും കൊടുത്ത് കിട്ടിയില്ല. തേർഡ് വരെ വെയിറ്റ് ചെയ്തു. സ്ട്രേ വേക്കൻസിയിലൊക്കെ കിട്ടിയ എത്രയോ കുട്ടികൾ എനിക്കറിയാം. അപ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. കാരണം ഇത് വളരെ ക്രിട്ടിക്കലാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മാർക്കൊക്കെ കുറവുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ അലോട്ട്മെൻറ്റും പിന്നെ കേരള സ്റ്റേറ്റ് അലോട്ട്മെൻറ്റും മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഏതെങ്കിലും രീതിയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ കൊടുത്ത് മാക്സിമം ക്ഷമയോടെ അവസാന നിമിഷം വരെ കാത്തിരിക്കണം. നമുക്ക് പറയാൻ പറ്റില്ല ഏത് സ്റ്റേജിലാണ് കിട്ടുന്നതെന്ന് കേട്ടോ. അതിലെല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യും. അപ്പോൾ മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? കേരളത്തിലുള്ള MBBS സീറ്റുകളിൽ കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ കേരളത്തിലെ ഗവൺമെൻറ് കോളേജിൽ പ്രവേശനം കിട്ടുന്നത് ce.kerala.gov.in സൈറ്റ് വഴി നടത്തുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് വഴിയാണ്. അത് തീർച്ചയായിട്ടും നീറ്റ് റിസൾട്ടൊക്കെ വന്ന് കേരള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. കേരള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ അലോട്ട്മെൻറ്റ് തീയതി പ്രഖ്യാപിക്കും. അവിടെ നമുക്ക് ഫീസ് അടച്ച് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റാങ്ക് നോക്കിയിട്ട് കഴിഞ്ഞ വർഷത്തെ റാങ്ക് കമ്പയർ ചെയ്ത് ഒരു വ്യക്തമായ ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കണം. ഇപ്പോൾ മനസ്സിലാ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? എങ്ങനെയാണ് ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക? ഫൈനലായിട്ട് ഇതാ 2, 3, 4 സെക്കൻഡ് കൊണ്ട് ഞാനത് പറയാം. നിങ്ങളുടെ റാങ്ക് ഒരു പർട്ടിക്കുലർ റാങ്ക് 3000 ആണെങ്കിൽ 3000 ഇവിടെ വെച്ച് അതിൻ്റെ മുകളിൽ അതിനേക്കാളും നല്ല കുറച്ച് കോളേജുകൾ ആഡ് ചെയ്തിട്ട് ഹയർ ഓപ്ഷൻസ് ഉണ്ടാക്കുക. എന്നിട്ട് 3000 റാങ്ക് കിട്ടുന്ന കോളേജുകൾ കൊടുക്കുക. അതിൻ്റെ താഴെയും കുറച്ച് കോളേജുകൾ കൊടുക്കുക. മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക കേട്ടോ. അങ്ങനെ നല്ലൊരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കി നല്ലൊരു കോളേജിൽ ഈ വർഷം തന്നെ മക്കൾക്ക് എല്ലാവർക്കും വിചാരിക്കുന്ന ഡ്രീം ക്യാമ്പസിലേക്ക് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണണേ. നമ്മളൊരു 3-4 എപ്പിസോഡ് കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് അലോട്ട്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ കിട്ടും. തൽക്കാലം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം.